ഭരണഘടനാ നിർമ്മാതാക്കളിൽ ഒരാളായ ആ സഭയിലുണ്ടായിരുന്ന HV കാമത്ത് നടത്തുന്ന ഒരു സംസാരമുണ്ട്. ഭരണഘടനാ സഭയിൽ തന്നെ എന്തായിരിക്കണം ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം എന്ന് അദ്ദേഹം പറയുമ്പോൾ പറയുന്നുണ്ട്, വെസ്റ്റേൺ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ചർച്ച് ഫ്രം സ്റ്റേറ്റ്. മതം പിന്നെ രാജ്യം, ചർച്ച് എന്ന് പറഞ്ഞാൽ അഥവാ മതം, രാജ്യം മതവുമായി ഒരു നിലക്കും ഇടപെടാൻ പാടില്ല. ഭരണകൂടം, ഭരണഘടന, രാജ്യം, സ്റ്റേറ്റ് അവർ ഒരു നിലക്കും മതവുമായി ഇടപെടാൻ പാടില്ലാത്ത മതത്തെ മുഴുവനായി മാറ്റി നിർത്തുന്നതാണ് വെസ്റ്റേൺ സെക്കുലറിസം. എന്നാൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് ദ സെയിം ഇൻ ഇന്ത്യ. എന്നാൽ അതേ സെക്കുലറിസം അല്ല നമ്മൾ ഈ ഇന്ത്യയിൽ, ഭാരതത്തിൽ, രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന, കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സെക്കുലറിസം എന്ന് പറയുന്നത്. മറിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? Our secularism means equal respect for all religion and the state will not identify itself with any specific religion. അതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത. ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളെല്ലാം മനുഷ്യരുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിന്ന് ഭരണകൂടം ഒരു നിലക്കും അത്തരം മതങ്ങളുമായി ഇടപെടാതിരിക്കുമെന്നല്ല. മറിച്ച് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സവിശേഷ സാഹചര്യം കൂടെ മുന്നിൽ നിർത്തി നമ്മുടെ സെക്കുലറിസം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യം ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. ഭരണകൂടം ഏതെങ്കിലും ഒരു മതത്തിനോട്, ഏതെങ്കിലും ഒരു മതാനുയായികളോട്, വിശ്വാസങ്ങളോട്, ആചാരങ്ങളോട് ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. അതിന് സ്വന്തമായി ഒരു അസ്തിത്വം മതകീയമായി ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതായിരിക്കും ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത, സെക്കുലറിസം എന്നതിൻ്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ ചർച്ചകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്.